പ്രകാശമേ മിഴി തുറക്കുക വേഗം. വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 5-ാം തീയതി. ഇന്നത്തെ വായനയ്ക്കായി സഭ നിർദ്ദേശിച്ചിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. എന്നൊരു വാക്യം ഞാൻ വായിക്കട്ടെ. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സ്നേഹമുള്ളവരെ, യേശു ഒരു ഉദാഹരണം പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങൾ യുഗാന്ത പ്രഭാഷണം എന്നാണ് ഇതിൽ അറിയപ്പെടുന്നത്. ലോകാവസാനത്തെക്കുറിച്ച്, കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് എല്ലാം വിശദീകരിക്കുന്നതാണ് അനേകം ഉദാഹരണങ്ങളിലൂടെ, ഉപമകളിലൂടെ. അതിൽ ഒരു ഉദാഹരണം എടുക്കുന്നതാണ്. ദൂരയാത്രയ്ക്ക് പോകുന്ന യജമാനൻ തൻ്റെ വേലക്കാരനെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ഓരോരുത്തരും അവരെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. യജമാനൻ എപ്പോഴാണ് തിരിച്ചു വരിക എന്നറിയില്ല. അതുകൊണ്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ച ഭൃത്യൻ തൻ്റെ സഹഭൃത്യന്മാരെ ശാസിക്കാനും ശിക്ഷിക്കാനും തോന്നിയാസം ജീവിക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ വലിയ അപകടമായിരിക്കും. യേശു പറയുന്ന യജമാനൻ എപ്പോഴാണ് വരുമെന്ന് അറിയില്ല. വരുമ്പോൾ യജമാനൻ്റെ ഹിതമനുസരിച്ചാണ് ഭൃത്യൻ പ്രവർത്തിക്കുന്നത്, തീർച്ചയായും സമ്മാനിതനാകും, അല്ലെങ്കിൽ അവന് ശിക്ഷയുണ്ടാകും. അപ്പോൾ ഈ മടങ്ങി വരുന്ന യജമാനനെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ ആഗമനകാലമെന്നും മംഗളവാർത്തക്കാലമെന്നും പറയുന്നത് കർത്താവിൻ്റെ വരവിൻ്റെ ആ ഓർമ്മയാചരിക്കുകയാണ്. അപ്പോൾ ഇത് യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് ചിന്തയാണ്. പക്ഷേ അതിനപ്പുറത്തൊരു വരവുണ്ട്. കർത്താവിൻ്റെ 2-ാം വരവുണ്ട്. വീണ്ടും വരും, ലോകാവസാനമാണ്. അതിനും അപ്പുറത്ത് അതിനേക്കാളും പ്രാധാന്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും ഒരു കർത്താവിനെ കണ്ടുമുട്ടലുണ്ട്. എൻ്റെ അടുക്കിലേക്ക് കർത്താവ് വരും, അത് മരണമാണ്. എപ്പോഴാണ് എൻ്റെ യജമാനൻ, എൻ്റെ നാഥനായ കർത്താവ് വന്നത് എന്നറിയില്ല. വരുന്ന സമയത്ത് ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്നെ ഏൽപ്പിച്ച ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കർത്താവെന്ന് പറയും, അവിടുത്തെ സന്തോഷത്തിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഭീകരമായ ശിക്ഷയായിരിക്കും. അതുകൊണ്ട് കർത്താവ് എപ്പോൾ വരും എന്നറിയാൻ പാടില്ലാത്തതുകൊണ്ട്, മരണം എപ്പോഴാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട്, എപ്പോഴും സംഭവിക്കാവുന്നത് കൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കുക. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ജോലിയ, വിശ്വസിക്കുക. എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം ഓരോരുത്തർക്കും അവരുടേതായ ദൗത്യമുണ്ട്. മാതാപിതാക്കന്മാർക്ക് അവരുടെ ദൗത്യമുണ്ട്, അധ്യാപകരുടെ ദൗത്യമുണ്ട്, പുരോഹിതൻ്റെ ദൗത്യമുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഓരോരുത്തരെയും ദൈവപരാനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കുക, വിശ്വാസത്തോടെ ജീവിക്കുക, സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുക, അങ്ങനെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. എപ്പോഴും ഒന്നാലും സ്വീകരിക്കാൻ നിൻ വഴിയേ